ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ചരിത്ര നേട്ടവുമായി ISRO. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയം. രാജ്യത്തിന്റെ വികസന യാത്രയുടെ അവിഭാജ്യ ഘടകമാണ് കായിക രംഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 38ാമത് ദേശീയ ഗെയിംസിന് പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ തുടക്കം കുറിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര പോലീസ് കസ്റ്റഡിയിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 26 റൺസിന്റെ വിജയം. വാർത്തകൾ വിശദമായി. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണ വിജയത്തോടെ ചരിത്രം കുറിച്ച് ISRO. ഗതിനിർണയ ഉപഗ്രഹമായ NVS-02വിനെയും വഹിച്ചുകൊണ്ട് GSLV F-15 രാവിലെ 6:23 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയർന്നു. 100ാം വിക്ഷേപണം എന്ന നേട്ടം കൈവരിച്ച ISROയെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. വിക്ഷേപണം വിജയകരമായതിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. This mission is the 100th launch from our launch pads, which is very significant milestone of India. Our space program was conceived and started by visionary leader Professor Vikram Sarabhai and taken forward by generations of leaders. The first launch vehicle was developed under the guidance of Professor Satish Dhawan with APJ Abdul Kalam as the project director, and the launch took place in the year 1979. GSLV അതിന്റെ 17ാമത്തെ വിക്ഷേപണത്തിലൂടെയാണ് ISROയുടെ 100ാം ദൌത്യമെന്ന ചരിത്ര നേട്ടം കൈവരിച്ചത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും. വിവിധ സേനാ വിഭാഗങ്ങളുടെ ബാൻഡുകൾ അണിനിരക്കുന്ന 30 പ്രകടനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങ് വീക്ഷിക്കാൻ എത്തും. ചടങ്ങിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെ വിജയ് ചൌക്കിലേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാജ്യത്തിന്റെ വികസന യാത്രയുടെ അവിഭാജ്യ ഘടകമാണ് കായിക രംഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂണിൽ 38ാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യം 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കായിക മേഖലയ്ക്കുള്ള ബജറ്റ് 3 ഇരട്ടിയായി വർദ്ധിച്ചു. രാജ്യം ഒളിമ്പിക്സിന് വേദിയാകുമ്പോൾ കായിക മേഖലയ്ക്ക് മാത്രമല്ല മറ്റ് മേഖലകൾക്കും അത് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. जब भारत में ओलंपिक होगा तो वो भारत के स्पोर्ट्स को एक नए आसमान पर ले जाएगा. ओलंपिक सिर्फ एक खेल का आयोजन पर नहीं होता. दुनिया के जिन देशों में भी ओलंपिक्स होता है वहाँ अनेक सेक्टर्स को गति मिलती है. ओलंपिक्स के लिए जो स्पोर्ट्स इंफ्रास्ट्रक्चर बनता है उससे भी रोजगार बनता है. भविष्य में खिलाड़ियों के लिए बेहतर सुविधाएं बनती हैं. ഉത്തരാഖണ്ഡിലെ 11 നഗരങ്ങളിലായി ഫെബ്രുവരി 14 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ നിന്ന് 550 അംഗ സംഘമാണ് 29 ഇനങ്ങളിലായി ഗെയിംസിൽ പങ്കെടുക്കുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. യമുന നദിയിൽ വിഷം കലർത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസും നൽകിയ പരാതികളിലാണ് നടപടി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ മറുപടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടു. ഡൽഹി ജലബോർഡിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതായും അതിൽ യമുന നദിയിൽ വിഷം കലർന്നതായി പരാമർശിക്കുന്നില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയ്ക്കും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ചരിത്രപരമായ ബന്ധം നിലനിൽക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അബുദാബിയിൽ നടക്കുന്ന റൈസിന മിഡിൽ ഈസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രതിരോധം, സാങ്കേതികവിദ്യ, രാസവളം, ഹരിത ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഹരിത ഊർജ്ജ പദ്ധതികൾ തുടങ്ങിയവയും റൈസിന മിഡിൽ ഈസ്റ്റ് സംവാദത്തിൽ ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ പത്രദിനം. 1780 രാജ്യത്തെ ആദ്യത്തെ പത്രം പുറത്തിറക്കിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആഘോഷിക്കുന്നത്. 1780 ജനുവരി 29 അയർലൻഡുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിലെ ആദ്യ അച്ചടി പത്രമായ ഹിക്കീസ് ബംഗാൾ ഗസറ്റ് എന്ന കൽക്കട്ട ജനറൽ അഡ്വർടൈസർ പുറത്തിറക്കിയത്. ദൈനംദിന ജീവിതത്തിൽ പത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് പത്രദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന മാധ്യമ ദിനാഘോഷം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേറ്റ് വൽക്കരണ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ ദ ടെലഗ്രാഫിലെ എഡിറ്റർ അറ്റ് ലാർജ് R രാജഗോപാൽ പ്രഭാഷണം നടത്തും. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 36 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിൽ വീടിന് സമീപത്തുനിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. അതേസമയം സംഭവത്തിലുണ്ടായ പോലീസ് വീഴ്ചയിൽ നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ M മഹേന്ദ്ര സിംഹനെ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഭക്ഷണം തേടി തിരിച്ചിറങ്ങിയതിനിടയിലാണ് പിടിയിലായത്. 5 പേരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നുവെന്നും അതിൽ 2 പേരെ മാത്രമേ താൻ ഇപ്പോൾ വകവരുത്തിയിട്ടുള്ളൂ എന്നും ഇയാൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. രാത്രി തന്നെ പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 5 വർഷം മുൻപ് പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് പ്രതി ചെന്താമര സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നതിനിടെ ശ്രീലങ്കൻ നാവികസേന നടത്തിയ വെടിവയ്പിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിലെ ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചുവരുത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഡെൽഫ് ദ്വീപിന് സമീപമാണ് 13 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നതിനിടെ ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്തത്. രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ നടന്ന 3ാം T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വച്ച 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് മാത്രമേ നേടാനായുള്ളൂ. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. പരമ്പരയിലെ 4ാമത്തെ മത്സരം വെള്ളിയാഴ്ച പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ സെമി ഉറപ്പിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ 150 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ സെമി പ്രവേശം. വെള്ളിയാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. 2024 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക്. സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി സ്വന്തമാക്കുന്ന 5ാമത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് ബുംറ. കഴിഞ്ഞ ദിവസം ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരവും ബുംറയ്ക്ക് ലഭിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ ദുരിതാശ്വാസ ഏജൻസിയായ UNRWAയുടെ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഇസ്രായേൽ. നാളെ മുതലാണ് നിരോധനം. അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയവ ലഭ്യമാക്കുന്നതിൽ സംഘടന നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതേസമയം 2023 ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ UNRWAയ്ക്ക് പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഇവർ ഭീഷണിയാണെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള 2ാം അമൃത് സ്നാനം പുരോഗമിക്കുന്നു. മൌനി അമാവാസിയോടനുബന്ധിച്ച് നടക്കുന്ന അമൃത് സ്നാനത്തിൽ പങ്കെടുക്കാൻ 10 കോടി തീർത്ഥാടകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേളയിലെ ആദ്യ അമൃത് സ്നാൻ ജനുവരി 14 മകര സംക്രാന്തി ദിനത്തിൽ നടന്നിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ഭക്തരെ സഹായിക്കാൻ സംസ്ഥാന കേന്ദ്ര പോലീസ്, ട്രാഫിക് പോലീസ്, വിദഗ്ധ ഡോക്ടർമാർ എന്നിവരടങ്ങുന്ന സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്ര നേട്ടവുമായി ISRO. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയം. രാജ്യത്തിന്റെ വികസന യാത്രയുടെ അവിഭാജ്യ ഘടകമാണ് കായികരംഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 38ാമത് ദേശീയ ഗെയിംസിന് പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ തുടക്കം കുറിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര പോലീസ് കസ്റ്റഡിയിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 26 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.